ഹലോ, നമസ്കാരം. എ ടു സെഡ് ബഫല എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പെരുമ്പിലാവ് ചന്തയിലെ ഈ ആഴ്ചത്തെ പെരുന്നാൾ ചന്തയിലെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇവിടെ ചന്തയിൽ കിടക്കണോടെ തന്നെ കുറേ പോത്തുകളും പശുക്കളാണ്. ഇവിടെ കിടക്കണോടെ തന്നെ ഫുൾ പശുക്കൾ, കറവ പശുക്കൾ, പിന്നെ പോത്തുകളും അങ്ങനെ കുറേ ഉണ്ട്. വന്ന് തുടങ്ങിയിട്ടുള്ള ലോഡുകളൊക്കെ എത്തണുള്ളൂ. ഇത് പോത്തുകളൊക്കെ ഇറക്കി മേലേക്ക് കൊണ്ട് കെട്ടാൻ പോകണുള്ളൂ. കുറേ അധികം നാടൻ കന്നുകളും വരവ് ഹരിയാന, ആന്ധ്ര അങ്ങനത്തെ സ്ഥലത്തു നിന്നുള്ള വരവ് കന്നുകളും ഉണ്ട് ഇഷ്ടംമാതിരി. അടിപൊളി നല്ല നാടൻ പോത്തുകുട്ടികൾ, പെരുന്നാൾക്ക് പറ്റിയ നല്ല ഇറച്ചിയൊക്കെ ഫില്ലായുള്ള നല്ല അടിപൊളി പോത്തുകളുണ്ട് ഇവിടെ. ഈ ആഴ്ച പെരുന്നാൾ അടുത്തുകൊണ്ടായിരിക്കണം ഇഷ്ടംമാതിരി കന്നുകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു നോക്കണ്ട, കുറച്ചൊന്നും ഇപ്പം ഒരു 6 മണിക്ക് ആയിട്ടുള്ളൂ, നേരം വെളുത്ത് വരണുള്ളൂ. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി കഴിയുമ്പോഴേക്കും ചന്ത നിറയും. ആൾക്കാർക്ക് നടക്കാൻ വരെ പറ്റാത്ത അവസ്ഥയിൽ അത്രയും പോത്തുകൾ വന്ന് ഈ സൈഡൊക്കെ ഫില്ലാവും. ഇവിടെയൊക്കെ കുറച്ച് പോത്ത് കുട്ടികളൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല വളർത്താൻ പറ്റിയ അടിപൊളി പോത്തുകുട്ടികളാണ്. അത്യാവശ്യം കുറച്ച് സാധാരണ പെരുന്നാളിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ പോത്തുകുട്ടികൾക്ക് വില കൂടാറാണ്. കഴിഞ്ഞ ആഴ്ചയിൽ കുഴൽമന്ദം ചന്തയിലൊക്കെ അത്യാവശ്യം നല്ല വില ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ അതിനപേക്ഷിച്ച് കുറച്ച് വില കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ 30, 28 പറഞ്ഞ കുട്ടികൾക്ക് ഇവിടെ ഒരു 25, 24 പറഞ്ഞ് 21, 22 രൂപയ്ക്ക് കച്ചവടമായി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല പോത്തുകുട്ടികളെയും കെട്ടിയിട്ടുണ്ട്. മേലയിലാണ് വലിയ വലിയ പോത്തുകളൊക്കെ ഏറ്റവും ടോപ്പിലാണ്. ഇവിടെയൊക്കെ നല്ല വളർത്താൻ പറ്റിയ കുട്ടികളെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു 150, 200 ലൈവ് വെയിറ്റ് ഉള്ള കുട്ടികളാണ്. ചന്ത തുടങ്ങിയപ്പോഴേക്കും തന്നെ കുറേ പോത്തുകുട്ടികളൊക്കെ വലിയ വലിയ പോത്തുകളൊക്കെ കച്ചവടമായിട്ടുണ്ട്. ആ പോത്തുകളൊക്കെയാണ് അവിടെ നിന്ന് കൊണ്ടുപോകണമെന്നൊക്കെ. ഇത് ചന്തയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന പോത്തുകളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ളൊരു പോത്താണത്. 2 പോത്തുകുട്ടികൾ നാടൻ കന്നുകളാണ്. വലിയ വലിയ കാളകളൊക്കെ വന്നിട്ടുണ്ട് ഈ വട്ടം. ഓങ്കോളിൻ്റെ കിണറ്റിൽപ്പെട്ട നല്ല വലിയ സൈസ് കാളകൾ. ഈ ഭാഗത്തൊക്കെ ഇഷ്ടംമാതിരി കയറുന്ന വഴിയിലൊക്കെ ഇഷ്ടംമാതിരി സൈഡിൽ പോത്തുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഇത്രയും പെരുത്ത് പോത്തുകൾ വന്നിട്ടുണ്ട്. 1000 ഒന്നും പോരാ, അതിനേക്കാളും മേലേക്ക് പോത്തുകൾ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ വലിയ വലിയ മറ്റേ കൂറ്റൻ കാളകളൊക്കെ ഉണ്ട്. ഈ വഴിയിലൊക്കെ ഇത് കയറുന്ന വഴിയാണ്, മേലോട്ട് പോണ വഴിയാണ്. ചന്തയിൽ ഏറ്റവും ടോപ്പിലോട്ട് പോണ വഴിയാണ്. അവിടെയൊക്കെ നിറച്ച് പോത്തുകളാണ് നിറഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ വഴിയൊക്കെ നടക്കാൻ പറ്റാത്ത അത്രയും പോത്തുകൾ ഇനിയും വരും. ഒരു 8 മണി 9 മണി ഒക്കെ ആകുമ്പോഴേക്കും നിറയെ ഇവിടെ പോത്തുകളുണ്ട്. ആ ഭാഗമൊക്കെ ഇപ്പോൾ ഒരു തന്നെ ഫുള്ളായിട്ട് കുട്ടികളെയും ഇറച്ചി പോത്തുകളും പിന്നെ അത്യാവശ്യം ഫ്രെയിമുള്ള വലിയ പോത്തുകളെയും കൊണ്ടൊക്കെ നിറഞ്ഞിട്ടുണ്ട്. വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തായിട്ടാണ് കൊണ്ട് ഇറക്കണത്. അവിടെ നിന്ന് ഇറക്കിയിട്ട് ഇങ്ങനെ മേലോട്ട് കയറ്റി കൊണ്ടുവന്ന് അടുക്കി കെട്ടിടും. നല്ലൊരു വളർത്താൻ പറ്റിയ അടിപൊളി ഒരു കുട്ടിയുണ്ട്. അത് വലിയ പോത്തിന് മേടിച്ച് കെട്ടിക്കണതാണോ എന്നറിയില്ല, മാറ്റി കെട്ടിയിട്ടുണ്ട് കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന്.
തിരക്കായി വരുന്നുള്ളൂ. കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റും, അത്രയും തിരക്കായിരിക്കും. കാരണം പെരുന്നാളെടുത്തുകൊണ്ടായിരിക്കണം ഇഷ്ടംമാതിരി ആൾക്കാർ പോത്തുകൾ വിൽക്കാനും അതുപോലെ തന്നെ വാങ്ങാനും വന്നിട്ടുണ്ട്. എരുമമാടുകളൊക്കെ ഇന്ന് കുറച്ച് കുറവായിരുന്നു. കാരണം ഇത് മെയിനായിട്ട് പെരുന്നാളിനെ ഉദ്ദേശിച്ചിട്ട് വരുന്ന ചന്തയായതുകൊണ്ട് വലിയ വലിയ പോത്തുകളും നാടൻ പോത്തുകളും മുറ അങ്ങനത്തെ നല്ല അനസ് പോത്തുകളും കാളയ്ക്ക് അണിയിക്കാനുള്ള ആടയാഭരണങ്ങളാണ് കൊണ്ടുപോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ അണിയിച്ചിട്ട് കാണിച്ചു തരാം. അവറ്റങ്ങളൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് അതൊക്കെ. ഇവിടെയൊക്കെ നല്ല പോത്തുകൾ അത് നാടൻ പോത്തുകളാണ്. രണ്ടെണ്ണം ആന്ധ്ര ഒക്കെ വരുന്ന പോത്തുകളാണ്. ഇതൊക്കെ വെയിൽ കൊള്ളാതെ ഷെഡിൽ തന്നെ നിന്ന് വളർത്തിയതുകൊണ്ടാണ് വെള്ള കളറ്. ആ പോത്തൊക്കെ മേലെ സൈഡിലൊക്കെ പോത്തുകൾ നിറഞ്ഞു തുടങ്ങി. നല്ല നല്ല കുട്ടികളും നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. കുട്ടികളുടെ കച്ചവടം ഒരു സൈഡിൽ നടക്കുന്നത്. ഇതൊക്കെ നല്ല വലിയ ഫ്രെയിമുകളാണ്, അത്യാവശ്യം വലിപ്പമുള്ള